നമസ്കാരം. എല്ലാവർക്കും മായാസ് ഫുഡ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പാൽക്കപ്പ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പാൽക്കപ്പ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കിലോ കപ്പ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഞാൻ കുക്കറിലാണ് കപ്പ വേവിച്ചെടുക്കാൻ പോണത്. കുക്കറിൽ ആവശ്യത്തിന് വെള്ളം എടുത്തതിന് ശേഷം അതിലേക്ക് കപ്പ ഇട്ട് കൊടുക്കാം. കപ്പ ഇട്ട് കൊടുത്തതിന് ശേഷം കപ്പയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി കുക്കർ അടച്ചിട്ട് ഒരു വിസിൽ വേവിച്ചെടുക്കാം. വിസിൽ വന്ന് അതിൻ്റെ എയർ എല്ലാം പോയതിന് ശേഷം അതിൻ്റെ വെള്ളം എല്ലാം ഡ്രെയിൻ ചെയ്ത് കളഞ്ഞു. അതിനുശേഷം ഞാൻ ഈ ചട്ടിയിലാണ് കപ്പ ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി ആ വേവിച്ച കപ്പ ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 5 വെളുത്തുള്ളി ചതച്ചത് കപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ 5 ചെറിയുള്ളി 5 എണ്ണം ചതച്ചത് ഇട്ട് കൊടുക്കാം. ഈ 2 പച്ചമുളക് ചതച്ചിട്ട് അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. ഞാൻ ഒരു മുറി നാളികേരത്തിൻ്റെ പാല് മിക്സിയിൽ നന്നായിട്ട് അരച്ചിട്ട് നന്നായി പിഴിഞ്ഞെടുത്തതാണ്. ഏകദേശം ഒരു 3 കപ്പോളം വരും. അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ തേങ്ങാപ്പാലിൽ കിടന്നിട്ട് കപ്പ ഒന്നും കൂടി നന്നായിട്ട് ഉടഞ്ഞ് വരണം. കപ്പ ഓൾറെഡി വെന്തതാണ്. തേങ്ങാപ്പാലിൽ കപ്പ ഒന്നും കൂടി വെന്തിട്ട് വരുമ്പോൾ ആ പാലിൻ്റെ ടേസ്റ്റും കൂടി വരും. വലിയ പീസായിട്ടുള്ളതൊക്കെ നന്നായിട്ട് ഉടച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. തേങ്ങാപ്പാലിൽ കിടന്നിട്ട് നമ്മുടെ കപ്പ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ എടുക്കുന്നത്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നമുക്ക് പാൽക്കപ്പ റെഡിയായി. ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കാം. താളിക്കാൻ വേണ്ടിയിട്ട് പാൻ ചൂടായതിന് ശേഷം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഒരു 3 വറ്റൽമുളക് ചെറുതായി മുറിച്ചിട്ട് കൊടുക്കാം. 5 ചെറിയുള്ളി ചെറുതായിട്ട് മുറിച്ചിട്ട് അത് ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഈ താളിച്ചത് നമുക്ക് കപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ പാൽക്കപ്പ റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്